നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പണമല്ലല്ലോ രുക്മിണി വലുത്, നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ. ഞാൻ തന്നെ കല്യാണം കഴിക്കുമ്പോ എന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. അവളൊരു കൂട്ടുകാരുടെ വീട്ടിൽ പോയിരുന്നു. എന്തേ? ആണോ? ആണോടി? കൂട്ടുകാരുടെ വീട്ടിലാണ് പോയത്? അത് ഏട്ടാ, ഞാൻ നീ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. ആ പാർക്കിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടു. പാർക്കിൽ വെച്ചോ? ആ, പാർക്കിൽ വെച്ച്. ഇവള് മാത്രമല്ല, ഹരീഷും ഉണ്ടായിരുന്നു. പറയടി, എന്താ നീ അവനും തമ്മിലുള്ള ഏർപ്പാട്? പറ. പാർക്കിലൊക്കെ വെച്ച് കാണാനും മാത്രം എന്താ അവനുമായിട്ടുള്ള ബന്ധം? പറ. അങ്ങനെ ചോദിക്ക രാജു. ഓ, അപ്പൊ നിങ്ങൾക്കും അതറിയാം? അറിയാം. ഞങ്ങളുടെ മോന്റെ പുറകെ ഇവള് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. രാജുവിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇതൊക്കെ അറിയാം. രാജു മാത്രമേ ഇത് അറിയാനുള്ളൂ. രാജു അറിയാതിരിക്കാൻ ഇവരൊക്കെ അത് മറച്ചു വയ്ക്കുകയായിരുന്നു. അവനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഞങ്ങൾക്ക്. സൗകര്യമുള്ള ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് അവനൊരു വിവാഹം നടക്കണം. ഇവള് കാരണം അത് നടക്കില്ലെന്നാ തോന്നുന്നേ. ഇവരീ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഹരീഷിനെ എനിക്കിഷ്ടമായിരുന്നു. ഹരീഷിന് എന്നെയും ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. അമ്മ പറഞ്ഞു നമുക്ക് മോഹിക്കാൻ പറ്റിയ ബന്ധമല്ലെന്ന്. അപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ, ഹരീഷിനോട് പറഞ്ഞതുമാണ്. എന്നിട്ട് ഇന്ന് കണ്ടതോ? ഇന്ന് കണ്ടതും അത് പറയാൻ വേണ്ടി തന്നെയാ. എല്ലാം മറന്ന് എല്ലാം ഉപേക്ഷിച്ച് അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഹരീഷിനോട് പറഞ്ഞു. രാജുവേട്ടാ, എനിക്ക് ശ്രീയെ ഇഷ്ടമാണ്. അമ്മയെന്നല്ല, ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും ഞാൻ ശ്രീയെ കല്യാണം കഴിക്കും. ശ്രീയെ മാത്രമേ കല്യാണം കഴിക്കൂ. ചെറുക്കന്റെ അഹങ്കാരം കണ്ടില്ലേ? ഇത്രയല്ലേ വളർന്നോളൂ, എന്നിട്ട് അവന്റെ സംസാരം കേട്ടില്ലേ? എടാ, ഞങ്ങൾ ഈ പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നന്മയ്ക്ക് വേണ്ടി? പണം മാത്രമാണ് അമ്മയുടെ നന്മ. പണത്തിന് വേണ്ടിയിട്ടാ അമ്മ ശ്രീയെ തള്ളി പറയുന്നേ. എനിക്ക് സ്വത്തും പണം ഒന്നും വേണ്ട, ശ്രീയെ മതി. രാജുവേട്ടാ, ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാവണം. പണത്തിന് വേണ്ടി ഈ ബന്ധത്തെ തള്ളി പറയുന്ന എന്റെ അമ്മയുടെ വാക്ക് നിങ്ങൾ മുഖവിലക്കെടുക്കരുത്. പിന്നെ അച്ഛനോടും അമ്മയോടുമായിട്ട് പറയാ, ഒന്നുകിൽ നിങ്ങളുടെ സമ്മതത്തോടെ എന്റെയും ശ്രീയുടെയും വിവാഹം നടക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവും. നോക്കിക്കോ. അങ്ങനെ വേണ്ടി വന്നാ പിന്നെ അച്ഛനുമായോ അമ്മയുമായോ ഒരു ബന്ധം ഉണ്ടാവില്ല. കണ്ടില്ലേ ചെക്കന്റെ അഹങ്കാരം? രാധമ്മയ്ക്ക് ഇതിലൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ രുക്മിണിയമ്മേ? പലവട്ടം ഞാൻ രുക്മിണിയമ്മയുടെ ഇതിനെ കുറിച്ച് സംസാരിച്ചതല്ലേ, എന്നിട്ടും ഒരു കരയിലും എത്തിയില്ലല്ലോ. അമ്മ വാ, അച്ഛനും വാ, ഇതിനൊരു കരയിൽ എത്തിക്കാൻ പറ്റുമോ നോക്കാം. ഇത് നടക്കാൻ രാജുവും ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം. ഞാൻ എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത്? പറയാം. ആദ്യം ഇതൊരു കരയ്ക്ക് അടുക്കുമോ നോക്കട്ടെ.
വാ അച്ഛ, വാ അമ്മ. വാ. അവരുടെ മുമ്പിൽ വെച്ച് എന്തൊരു പ്രകടനമായിരുന്നു. നിനക്ക് ആ പെണ്ണിനെ കെട്ടിച്ചു തന്നില്ലെങ്കിൽ നീ വീടും കുടിയൊക്കെ വിട്ടു പോവുന്നു അല്ലടാ. എന്താടാ നിനക്കിപ്പോ നാവിറങ്ങി പോയോടാ? അമ്മേ, അവനൊരു മുറിവേറ്റ സിംഹ, പിന്നെ കോലിട്ട് കുത്തല്ലേ. നിനക്ക് നോവും, നീയും മോശമല്ലല്ലോ. അമ്മേ, നമുക്കും രാജുവിന്റെ വീട്ടുകാർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താ നീ പറ. അച്ഛനറിയോ? അറിയെങ്കിൽ പറ. എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പൊന്നു മോളെ. ഓ, ആ എന്നാ ഞാൻ പറയാം. നമുക്ക് ഒരുപാട് പണമുണ്ട്, അവർക്കതില്ല. പക്ഷെ നമ്മളെക്കാൾ ഒരുപാട് സന്തോഷമുണ്ട് അച്ഛ അവർക്ക്. സന്തോഷത്തോടുള്ളൊരു ജീവിതമല്ലേ അച്ഛ പണത്തെക്കാളും പ്രതാപത്തെക്കാളും ഒക്കെ വലുത്. അത് സത്യം. എന്റെ മോള് പറഞ്ഞതാ അതിന്റെ സത്യം. പിന്നെ ശ്രീ, അവള് പഠിക്കാൻ മിടിക്കുക, നല്ല സ്വഭാവം. ഇവൻ വലയിട്ടപ്പോ അവള് വീണുപോയി, അത് മാത്രം അവളുടെ ഒരു കുറവ്. നീ അവിടെ പോയി ചൂണ്ടിടുന്ന കണ്ടിട്ടാ ഞാൻ വലയിട്ടത്. ആ അതൊക്കെ പോട്ടെ. ചൂണ്ടയായാലും വലയായാലും ശ്രീയെ കുറിച്ച് ഈ കോളനിക്കാർക്കൊന്നും ഒരു മോശം അഭിപ്രായവും ഇല്ല. പഠിച്ചവള് നല്ല ജോലിയും വാങ്ങും. അമ്മ ഇന്നിപ്പോ ആവശ്യപ്പെടുന്ന സ്ത്രീധനം ഉണ്ടല്ലോ, അത് നിയമവിരുദ്ധ, അറിയോ? അതെ അതെ, സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ചോദിക്കുന്നതും കുറ്റകരമാണ്. അതെ, അച്ഛന്റെ ഫിനാൻസ് കമ്പനി നടത്തിക്കൊണ്ടുപോവാൻ അവള് മാത്രം മതി. അതുകൊണ്ട് അമ്മ സ്ത്രീധനത്തിന്റെ മറ്റും കടുംപിടുത്തങ്ങൾ വിട്ട് ഇവന്റെ ശ്രീയുടെയും കല്യാണം നടത്താൻ തീരുമാനം എടുക്കുക. രവീടിന് എന്ത് പറയുന്നു? എടോ, മോള് പറയുന്നത് തന്നെ എനിക്കും പറയാനുള്ളത്. പണമല്ലല്ലോ രുക്മിണി വലുത്, നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ. ഞാൻ തന്നെ കല്യാണം കഴിക്കുമ്പോ എന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. ഇന്നിപ്പം നമ്മൾ എന്തെല്ലാം നേടി. അതുപോലെ അവരും സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോ ഐശ്വര്യം താനേ വന്നോളും പുറകെ. ഈ ശ്രീധനം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങുന്ന ഈ പണത്തിന് ഒരു കുടുംബത്തിന്റെ മുഴുവൻ കണ്ണുനീരും കാണും. അത് കൊണ്ടുവന്ന് പെട്ടിയിൽ അടച്ചു വെച്ചാ നമുക്ക് ഗുണം പിടിക്കത്തില്ല രുക്മിണി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.